ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അടുത്ത നടപടി എങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതണം. വിശദാംശങ്ങൾ. അനുജ, ഇന്ന് രാവിലെ കൃത്യമായി തന്നെ SP ശശിധരന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു അന്വേഷണ സംഘം. നാളെ താൽക്കാലികമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. അതിനു മുന്നോടിയാണ് ആ യോഗം ചേർന്നത്. ആ യോഗം ചേർന്നതിന് തൊട്ടു പിന്നാലെ രാവിലെ 9 മണിയോട് കൂടിയാണ് ഈ അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. രാവിലെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ആ ചോദ്യം ചെയ്യലിനായി ഇദ്ദേഹം എത്തുന്ന ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. SP-യുടെ അടക്കം ആ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, അതിൽ ചേർന്നു പോകാത്ത തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കസ്റ്റഡിയിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അറസ്റ്റിലേക്ക് പോകും എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നു. അറസ്റ്റിലേക്ക് പോകുമെങ്കിൽ വൈദ്യപരിശോധന അടക്കം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. എന്തായാലും ചോദ്യം ചെയ്യൽ വൈകും എന്നുള്ളതാണ്. ഏകദേശം 5 മണിക്കൂറിൽ കൂടുതലാകുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അവൾ ചെയ്യുന്നത്. 2019 അദ്ദേഹം ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പകരമായി ഈ ദേവസ്വം രേഖകളിൽ ഒപ്പിട്ട ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൈവശപ്പെടുത്തി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ സൂക്ഷിച്ചതിന് ശേഷം ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി നാഗേഷിനെ ഉൾപ്പെടെ ഏൽപ്പിച്ചത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിട്ടുള്ള അനന്തസുബ്രഹ്മണ്യമാണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് പോലും കണ്ടെത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നത്. SITയും അതേ നിഗമനത്തിൽ, അതേ കണ്ടെത്തലിൽ എത്തുന്നു. തുടർന്ന് അനന്തസുബ്രഹ്മണ്യത്തെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആദ്യഘട്ടത്തിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം, അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർത്തിരുത്തി രണ്ടുപേരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്കും പോയി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് സംഘം പോയിരിക്കുന്നു. രണ്ടാം ഘട്ട നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ അന്വേഷണം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഉൾപ്പെടെ ഹാജരാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അന്വേഷണ സംഘം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏകദേശം 15ഓളം പേർക്ക് ഇതിൽ പങ്കുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കം പങ്കുണ്ട് എന്നുള്ളതാണ് മൊഴിയായി നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യം ചെയ്തലിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും മുരാരി ബാബുവിനെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനായി നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അനുജ, ഇതിലിപ്പോൾ റിനു, ഏറ്റവും പ്രധാനം നാഗേഷുമായി ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുള്ളയാളാണ്. ഈ സ്വർണം എവിടെയാണ് പോയിട്ടുള്ളത് എന്നത് കണ്ടെത്തുന്നതിൽ നിർണായകമായ ഒരു നീക്കം SIT നടത്തുകയാണ്. അതിന്റെ കൃത്യമായ വിവരങ്ങളിലേക്ക് എത്താൻ പോവുകയാണ് SIT എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനസ്സിലാക്കാം. കാരണം നിലവിലെ അന്വേഷണം ഇത്ര രീതിയിൽ പുരോഗമിക്കുന്നു. ദേവസ്വം വിജിലൻസ് അടക്കം അന്വേഷിച്ചു. പക്ഷേ ഈ സ്വർണം എവിടെയാണ് എന്നുള്ളത് നിലവിൽ ഇതുവരെയും കണ്ടെത്താൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നിർണായകമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് സ്വർണം താൻ എടുത്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ. കാരണം സ്വർണം എടുത്തു എന്ന് കണ്ടെത്തിയെങ്കിൽ പോലും അത് ആർക്കൊക്കെ നൽകി എന്നുള്ള ഒരു വിവരം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അനന്തസുബ്രഹ്മണ്യത്തെ കൂടി ചോദ്യം ചെയ്തത്. അനന്തസുബ്രഹ്മണ്യമാണ് യഥാർത്ഥത്തിൽ നേരിട്ട് ഈ സ്വർണം ഇടപാടുകൾ നടത്തിയത് എന്നുള്ളതാണ് സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇപ്പോൾ നിലവിൽ ഈ സ്വർണം എവിടെയുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത്, ആരുടെ കയ്യിലേക്കാണ് ഈ സ്വർണം പോയത് എന്നുള്ള കാര്യങ്ങൾ അടക്കം കൃത്യമായി അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ഈ നാഗേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താനോ ചോദ്യം ചെയ്യാനോ നിലവിൽ അന്വേഷണ സംഘത്തിന് ആയിട്ടില്ല. അങ്ങനെ ഒരാൾ ഉണ്ടോ, അദ്ദേഹത്തിനാണോ ഈ സ്വർണം കൈമാറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ അനന്തസുബ്രഹ്മണ്യത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അയാളിൽ നിന്ന് ലഭിക്കും എന്നുള്ള വിശ്വാസമാണുള്ളത്. എന്തായാലും മണിക്കൂറുകൾ നീളുകയാണ് ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. അറസ്റ്റിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് പങ്കുള്ള ഒരാളാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെട്ട ഒരാൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ശബരിമലയിൽ നിന്ന് അടക്കം ഈ സ്വർണം കൈപ്പറ്റി കൊണ്ടുപോയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എവിടേക്ക് പോയി, എന്തു ചെയ്തു എന്നുള്ളത് കൃത്യമായി തന്നെ ഈ അനന്തസുബ്രഹ്മണ്യത്തിന് അറിയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് SIT പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അനുജ, അതാണ് മണിക്കൂറുകളായി തുടരുന്ന ചോദ്യം ചെയ്യൽ. അതിനൊടുവിൽ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.